ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2348. ഇന്ന് ജൂൺ മാസം 5-ാം തീയതി, 156-ാമത്തെ ദിവസത്തിലെത്തി. ഇന്ന് ലോക പരിസ്ഥിതി ദിനം കൂടിയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തില് ഇങ്ങനെ വളരെ മനോഹരമായ ഒരു വചനമുണ്ട്. വേല ചെയ്യുവാനും അതിനെ കാപ്പാനുമുള്ള ഉത്തരവാദിത്വം. കൃഷി ചെയ്യുവാനും അതിനെ സംരക്ഷിക്കുവാനുമായിട്ട് ഏദൻ തോട്ടത്തെ മനുഷ്യൻ ദൈവം ഏൽപ്പിക്കുകയാണ്. പൊതുവെ ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തിൽ നമ്മുടെ വിചാരങ്ങളും അവകാശവാദങ്ങളുമൊക്കെ എന്താണ്, എവിടെയാണ്? ദൈവത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് എന്തെല്ലാം അവകാശപ്പെടാം, എന്തെല്ലാം ചോദിക്കാം, മേടിച്ചെടുക്കാം, നേടിയെടുക്കാം. ഇതാണ് നമ്മെ ഭരിക്കുന്ന, നിയന്ത്രിക്കുന്ന ചിന്തകൾ. ദൈവം എന്തിന് നമ്മളെ സൃഷ്ടിച്ചു എന്നോ, എന്നെക്കുറിച്ച്, നമ്മളെക്കുറിച്ച് ദൈവത്തിന്റെ ഉദ്ദേശ്യവും താല്പര്യവും എന്താണ്, ഇത് ചിന്തിക്കാറേയില്ല. സമസൃഷ്ടികളോടുള്ള ബന്ധത്തിൽ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ താല്പര്യം എന്താണ്, ഇതെല്ലാം വ്യക്തമാക്കുന്ന വേദഭാഗമാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം. കാര്യമായിട്ടൊന്ന് ഈ നല്ല ദിനത്തിലൊന്ന് വായിക്കേണ്ടതാണ്. പ്രകൃതിയെ, പരിസ്ഥിതിയുമൊക്കെ, അവനവന്റെ ചുറ്റുപാടുകളെയൊക്കെ കുറച്ചുകൂടി കാര്യഗൗരവത്തോടൊന്ന് പരിഗണിക്കേണ്ടതുമാണ്. മനോഹരമായ ഒരു ഉദ്യാനം, അവിടെ വേല ചെയ്യണം, അതിനെ പരിപാലിക്കണം. വേലയിലൂടെ നാം ഭൂമിയെയും പ്രകൃതിയും ഒക്കെ കുറച്ചുകൂടി രൂപാന്തരപ്പെടുത്തുകയാണ്. അതിനെ കുറച്ചുകൂടി സംരക്ഷിക്കുകയാണ്. അതിനെ കുറച്ചുകൂടി ഒരു വ്യവസ്ഥയുള്ളതാക്കി, ഓർഡർ ഉള്ളതാക്കി തീർക്കുകയാണ്. ദൈവത്തിന്റെ പ്രവൃത്തി ആയിരുന്നു ഇത്. ഈ ദൈവിക പ്രവൃത്തിയിൽ പങ്കുചേരാനുള്ള, അതെ, ദൈവത്തോട് കൂടെ സഹസൃഷ്ടാക്കളാകാനുള്ള വലിയ ഉത്തരവാദിത്വവും വിളിയുമാണ് സത്യത്തിൽ മനുഷ്യന് ദൈവം നൽകിയത്. പക്ഷേ അത് തിരിച്ചറിയാതെ പോയെന്നുള്ളതാണ്. ജീവൻ നിലനിൽക്കണമെങ്കിൽ അതിന് അനുയോജ്യമായ ഒരു വ്യവസ്ഥ ആവശ്യമാണ്. ജീവന്റെ ശുശ്രൂഷക്കാരായിരിക്കാനാണ് ദൈവമേൽപ്പിച്ച ഏറ്റവും വലിയ ഉത്തരവാദിത്വം. അതുകൊണ്ടാണല്ലോ ആദ്യ മനുഷ്യരുടെ മക്കളുടെ കലഹം കഴിഞ്ഞ് ഒരുവനോട് ദൈവം ചോദിക്കുന്നില്ലേ, നിന്റെ അനുജനായ ഹാബേൽ എവിടെയാണ്? കുറെ കൂടി സമസൃഷ്ടികളോട്, സഹജീവികളോട്, പിന്നെ പ്രകൃതിയോടും പ്രപഞ്ചത്തോടും പരിസ്ഥിതിയോടുമൊക്കെ കുറെ കൂടി നമുക്കൊരു ജാഗ്രത, അടുപ്പം, കരുതല്, സംരക്ഷണമൊക്കെ പുലർത്തി ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്തമാണെന്നുള്ള തിരിച്ചറിവിൽ ജീവിച്ചാലോ? ക്രിസ്തുയേശു ഇത് തന്നെയല്ലേ നമ്മളെ പഠിപ്പിച്ചത്, നമ്മൾ ഇതുവരെയും പഠിക്കാതിരുന്നത്? ആമേൻ.